വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് കൂടോത്രം അഥവാ ഗൂഢസൂത്രം എന്ന കർമ്മത്തെക്കുറിച്ചാണ്. ഇത് കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ അന്ത്യഘട്ടമായതിനാൽ മനുഷ്യർക്ക് കുടുംബത്തോടോ മക്കളോടോ പത്നിയോടോ അല്ലെങ്കിൽ പതിയോടോ ആർക്കും ആരോടും ഒരു പ്രതിപത്തിയുമില്ല എന്നു തന്നെ പറയാം. കാരണം കലിയുടെ പ്രഭാവം ഓരോ മനുഷ്യനിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴാണ് കലി ബാധിക്കുക എന്ന് പറയാനാവില്ല. നിസ്സാര സമയം കൊണ്ട് ഒരാളെ കൊല്ലേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവമായ കാര്യമാണ്. എന്നാൽ ഗൂഢസൂത്രം അഥവാ കൂടോത്രം കൊണ്ട് സംഭവിക്കുന്ന പല അനിഷ്ട സംഭവങ്ങളും ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്നു. അതേക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. കൂടോത്രം എന്ന വാക്കിൻ്റെ നാടൻ പ്രയോഗമാണ് ഗൂഢസൂത്രം. രഹസ്യമായി ചെയ്യുന്ന ദുർമന്ത്രവാദ കർമ്മം എന്ന് സാരം. ഈ വാക്കു തന്നെ കുറെ കൂടി ആധുനികവൽക്കരിച്ച് ആഭിചാരപ്രയോഗമെന്നും പറയാറുണ്ട്. ഇന്ന് സാധാരണക്കാരുടെ വീടുകളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് തൊഴിൽ മാന്ദ്യം, പശു മുതലായ വളർത്തുമൃഗങ്ങൾ പെട്ടെന്ന് വീണ് ചത്തുപോകുക, കല്യാണപ്രായമായി നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം പ്രത്യേക കാരണമൊന്നും കൂടാതെ മുടങ്ങിപ്പോകുക, യോഗ്യതകളെല്ലാം ഉണ്ടായിട്ടും ജോലി കിട്ടാതെ വരിക, ശാരീരികവും മാനസികവുമായി തകരുന്ന ഇത്തരം അവസ്ഥകളെ ഏതൊരു മനുഷ്യനും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ളത്. പ്രതീക്ഷകൾ പലതും വിഫലമാകുമ്പോൾ അവൻ ചിന്തിക്കുന്നത് കൂടോത്രത്തെക്കുറിച്ചാണ്. ഇത്തരം കർമ്മങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും. സത്യത്തിൽ ഈ വിശ്വാസം പാടെ തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. എന്നാൽ ചില ആളുകൾ ഈ വിശ്വാസത്തോട് യോജിക്കാത്തവരുമുണ്ട്. എന്നാൽ ഇതിൽ വളരെയേറെ കഴമ്പുള്ളതായിട്ട് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പലരും പരസ്പരം വൈരാഗ്യം തീർത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ്. രഹസ്യമായി ആരും അറിയാതെ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് വാസസ്ഥലത്തോ ഗൃഹത്തിലോ സ്ഥാപിക്കുന്നതാണ് കൂടോത്രം. ഇതിന് പ്രത്യേകം തെളിവുകളൊന്നുമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുവാനും നിർവാഹമില്ല. ഇത്തരം പ്രവർത്തികൾ സമീപകാലത്ത് ആരംഭിച്ചിട്ടുള്ളതൊന്നുമല്ല. ഇതിന് ലോകാരംഭം മുതൽ തന്നെ പഴക്കമുണ്ടെന്ന് പറയാം. ഈ മാന്ത്രിക പ്രയോഗങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് അഥർവവേദം. ആഭിചാരക്രിയകളാൽ സംഭവിച്ചിട്ടുള്ള അനർത്ഥങ്ങളെക്കുറിച്ച് രാമായണം, മഹാഭാരതം തുടങ്ങിയ പുരാണേതിഹാസ കൃതികളിൽ പലയിടത്തും വിശദീകരിച്ചിട്ടുണ്ട്. വിവിധ രോഗങ്ങൾക്ക് പ്രത്യേകം ഔഷധമുള്ളതുപോലെ ആഭിചാരദോഷത്താൽ വന്നു ഭവിച്ചിരിക്കുന്ന ദുരിതങ്ങൾ അകറ്റുന്നതിനും ആഭിചാര പ്രയോഗങ്ങൾ ബാധിക്കാതിരിക്കുന്നതിനും യന്ത്രതന്ത്രമാന്ത്രിക പ്രയോഗങ്ങൾ നമ്മുടെ പൂർവികന്മാരായ ഋഷിവര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗം വരാതിരിക്കുന്നതിന് കാലേക്കൂട്ടി ഔഷധം സേവിക്കുന്നത് പോലെ നമ്മുടെ ഉന്നമനത്തിനും ശ്രേയസ്സിനും സർവോപരി കുടുംബ ഭദ്രതയ്ക്ക് ഉലച്ചിൽ തട്ടാതിരിക്കുന്നതിനും നിത്യേന സംരക്ഷണ മന്ത്രങ്ങൾ ഉരുവിടുക, ദേഹരക്ഷയ്ക്കും ആത്മധൈര്യം ഉണ്ടാകുന്നതിനും വിധിക്കപ്പെട്ടിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുക, ദിവസേനയോ ആഴ്ചയിലോ മാസത്തിലോ ഇഷ്ടദേവനെ അല്ലെങ്കിൽ ദേവിയെ ആരാധിച്ച് പൂജിക്കുക, ശക്തിക്കൊത്ത വിധത്തിൽ ഹോമാദി കർമ്മങ്ങൾ ഗൃഹത്തിൽ നടത്തുക. ഇത് ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഇത് കലിയുഗമാണ്.
പകയും വിദ്വേഷവും അസൂയയും അന്യസ്പർദ്ധയും കൊണ്ട് ലോകമാകെ കലുഷിതമായിരിക്കുകയാണ്. ഇവിടെ സ്വന്തമില്ല, ബന്ധമില്ല, ആർക്കും ആരോടും സ്നേഹമോ ബഹുമാനമോ പ്രതിപത്തിയോ ഉണ്ടാവുകയില്ല. ഉള്ളിൻ്റെ ഉള്ളിലെ വിഷം ചിരിച്ചുകൊണ്ട് മൂടുന്നവരാണ് പലരും. പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ഭജിക്കുക, വന്നു ഭവിച്ചിട്ടുള്ള ദോഷങ്ങളകലുന്നതിനും പ്രതിവിധികൾ ചെയ്യുക, വരാതിരിക്കാൻ വേണ്ടി കാലേക്കൂട്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക. ആത്മവിശ്വാസം കൈവിടാതെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന വളരെ പ്രാധാന്യമാണ്. ഈ കാലഘട്ടം സ്വത്തിനും കാമത്തിനും വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാത്ത അവസ്ഥാവിശേഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തെ ഇല്ലാതാക്കാനും ഇത്തരം കർമ്മങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കുടുംബ ബന്ധങ്ങളുടെ ഉലച്ചിലിനും അത് കൊലപാതകങ്ങൾക്ക് കാരണമായിത്തീരുന്നതിനും സ്വത്തിനും സുഖത്തിനും വേണ്ടി എന്തും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് പത്രം തുറന്നു നോക്കിയാൽ പല സംഭവങ്ങളിലും കുടുംബത്തിലുള്ളവർ പരസ്പരമോ ഭർത്താവിന് ഭാര്യയോടോ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ പിതാവിന് മക്കളോടോ മക്കൾക്ക് പിതാവിനോടോ മാതാവിനോടോ യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു കാലഘട്ടമാണെന്നുള്ളത് മറക്കാതിരിക്കുക. പത്രങ്ങളിലൂടെ അനുദിനം കാണുന്ന വാർത്തകൾ നമ്മുടെ രാജ്യത്താണ് നടക്കുന്നതെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സ്നേഹബന്ധങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ലാത്ത ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. കൊല്ലപ്പെടുന്നവനോ കൊല്ലുന്നവനോ അറിയുന്നില്ല. എന്തിനു മരിച്ചു, എന്തിനു കൊന്നു എന്നുള്ള ഒരു ചോദ്യം മാത്രമായിരിക്കും. ബോധമണ്ഡലത്തെ നശിപ്പിച്ച് താൻ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ആ മനസ്സിനെ ഇത്തരം കർമ്മത്തിലൂടെ പ്രേരണ ചെലുത്തുന്നു. അത് സ്വയഹത്യയ്ക്ക് വരെ കാരണമായിത്തീരുന്നു. കുട്ടികളിലും വലിയവരിലും ഇത്തരം സ്വാധീനങ്ങൾ ഏറി വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. വിദ്യയെ തടസ്സപ്പെടുത്താനും ബുദ്ധിമാന്ദ്യാവസ്ഥയിലേക്ക് നയിക്കാനുമൊക്കെ ഈ കർമ്മത്തിന് കഴിയുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. വേദനാജനകമായ ഈ സംഭവ പരമ്പരകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കുക. നിത്യേനയുള്ള പ്രാർത്ഥന വളരെയേറെ ഫലം ചെയ്യുന്നതാണ്. പ്രാർത്ഥനാ മന്ത്രങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ താഴെ രേഖപ്പെടുത്തുക.